ஸோ இப்போ நம்ம வந்து கேரளா வயநாடுல முண்டக்கைன்னு சொல்ற நம்ம இடத்துல இருக்கிறோம். இந்த இடத்துல மீட்பு பணியில இருக்கிற நிறைய வாலண்டியர்ஸ் குழு இருக்கிறாங்க. இப்போ குறிப்பா ஒரு குழு பார்த்தீங்கன்னு சொன்னா SKSSF அப்படின்னு சொல்லி ஒரு டீம் இருக்கிறாங்க. இவங்க வந்து VIQAOA ஆக்டிவ் விங் அப்படின்னு சொல்லி ஷாஹித், கோயா, தங்கால் அப்படின்னு சொல்லி இருக்கிறாங்க. இவங்களுடைய ஒர்க் என்ன, இவங்க என்னென்ன பார்த்தாங்க அப்படின்னு சொல்லி உங்ககிட்ட நம்ம இப்போ கேட்கலாம். ஹலோ சார், தமிழ் அறியாம் ஐயா, குறைச்சி ஐயா. ஓகே, நீங்க இவ்வளோ எத்தனை நாளா உங்களுடைய சர்ச்சிங் பணி நடக்குது, என்ன எல்லாம் நீங்க பார்த்துருக்கீங்க? வாட் இஸ் யுவர் எக்ஸ்பீரியன்ஸ்? ഞങ്ങൾ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ ഇങ്ങ വന്നിருக்கு. സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ, ഇവിടുത്തെ മുസ്ലിം മത പണ്ഡിത സഭയുടെ കീഴിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSSF. ഇത് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിലൊക്കെ കേരളത്തിൽ എന്താ വലിയ സംഘടന, വിദ്യാർത്ഥി സംഘടനയാണ്. അതിൻ്റെ കീഴിലുള്ള സന്നദ്ധ സേവന വിങ്ങാണ്. ഒന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾ ആദ്യം ഉരുൾപൊട്ടി ആദ്യ ദിവസം തന്നെ ഇവിടെ വളണ്ടിയർമാർ വന്നു. അതിനുശേഷം ഓരോ ബാച്ചായിട്ട് ഓരോ ജില്ലകൾ, കാസർഗോഡ് ടു മുഖ്യമായ പണി എന്താ ഇവിടെ? ആദ്യത്തെ ദിവസങ്ങളിൽ ഈ പോലീസ്, മിലിറ്ററിയുടെ കൂടെ തന്നെ ഈ ബോഡി കണ്ടെത്താനും അത് എടുത്ത്. നിങ്ങൾ ടീം എത്ര ബോഡി കണ്ടെടുത്ത്? ഞങ്ങള് ഒരു 15ന്റെ മുകളിൽ ഞങ്ങള് മാത്രം. ചെറിയ ചെറിയ പീസ്, എന്താ പാർട്സുകൾ. ഇത് ഇങ്ങ ചാലിയാർ പുഴയർക്ക്, ആ പുഴയിലാണ് കൂടുതൽ ബോഡികൾ വന്നത്. അവിടെ ഞങ്ങൾ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ കിലോമീറ്റർ അപ്പുറത്ത് ആ ബോഡികളെടുത്ത് മോർച്ചറി കൊണ്ടുപോയി. എല്ലാവരും ഫുൾ ദിവസം ഉണ്ടായില്ല, 11 ദിവസം ഉണ്ടായിട്ടില്ല. ഒരു ടീം 2 ദിവസം, പിന്നെ ഒരു ടീം 2 ദിവസം. ഞാനൊരു ദിവസം മോർച്ചറിയിലായിരുന്നു, എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ മോർച്ചറിയിൽ വളരെ പാർട്സുകൾ, പിന്നെ ഫുൾ ബോഡി, തിരിച്ചറിയാൻ കഴിയാത്ത ഫുൾ ബോഡി ഒക്കെ ഉണ്ടായിരുന്നു. അത് സംസ്കരിക്കുന്ന ദിവസം ഞങ്ങളാണ് അവിടുന്ന് പാക്ക് ചെയ്ത്. വേറെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, IRW, DYFI, സ്വാന്തനം, STPI തുടങ്ങിയ മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ബോഡിയൊക്കെ പാക്ക് ചെയ്ത് സംസ്കരിച്ചത്. ഇന്ന് വീണ്ടും അവസാനം ഇവിടുത്തെ എല്ലാ ആളുകളും കൂടിയിട്ട് ഒരുമിച്ച് ജനകീയ, ഞങ്ങൾ മാത്രം 200 ആളുകളുണ്ട്. അതേപോലെ എല്ലാ സംഘടനകളുണ്ട്. ഇന്ന് എല്ലായിടത്തും സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അത് നടക്കുന്നതാണ് വിചാരിക്കുന്നത്. நாங்கள் வந்து எங்க டீம் வந்து தமிழ்நாடு கிறிஸ்டியன்ஸ் டீம். ஓகே, சோ we came here. இங்க வந்து ஃபுட் சப்போர்ட் செய்து வேற என்னென்ன வாலண்டியர் വർക്ക് ஏதாவது செஞ்சிட்டு இருக்குது. ഇങ്ങ ഞങ്ങൾ എന്താ തമിഴ് നീലഗിരി ജില്ലയിൽ നിന്ന് SKSFന്റെ വളണ്ടിയർമാരുണ്ട്. ഇന്ന് ഇതിൽ കൊടുക് ജില്ലയിലെ വളണ്ടിയർമാരുണ്ട്. தமிழ்நாடு சீஃப் மினிஸ்டர் எங்க MK ஸ்டாலின் அவங்க தான் 9 crore something அனௌன்ஸ் பண்ணது கேரளா. അത് ഭയങ്കര സഹകരണം. പിന്നെ ഒരുപാട് തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് മുസ്ലിം സംഘടനകളും മറ്റു സംഘടനകളും എല്ലാവരും ഒരുപാട് റിലീഫ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാതും ഇവിടെ ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വളണ്ടിയർമാരും സർക്കാർ പ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങ് വന്നിരിക്കുക. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്, താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികൾ, മുഖ്യമന്ത്രി, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഇവിടെ വന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹായം എത്തിച്ചവരുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. நேஷனல் மீட்பு படையை விட முன்னாடி தமிழ்நாடு எங்க சீஃப் மினிஸ்டர் MK ஸ்டாலின் அவங்க வந்து ஃபர்ஸ்ட் அவங்களோட டீம் இங்க அனுப்பிட்டாங்க. 9 crores something அனௌன்ஸ் பண்ணிருக்காங்க. So very good. Okay, thank you so much. We will continue this work. Okay. Name? Ziba.